ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം നമുക്ക് വായിക്കാം. എബ്രായർ 2-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം പൗലോസ് അപ്പോസ്തലൻ വഴി എബ്രായ വിശ്വാസികൾക്ക് എഴുതുന്ന മുന്നറിയിപ്പ് നമുക്ക് കാണാം. ഈ മുന്നറിയിപ്പ് എബ്രായ വിശ്വാസികൾക്ക് മാത്രമല്ല, മുഴു പ്രപഞ്ചത്തിലെ സകല വിശ്വാസികൾക്കും, അതുപോലെ ജാതികളുടെ രക്ഷയ്ക്കും വേണ്ടിയാണ്. ഇവിടെ ഒരു മുന്നറിയിപ്പ് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അത് നാം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. ആ വാക്കിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പദം ഒഴുകിപ്പോവുക എന്നുള്ളതാണ്. നമുക്കറിയാം, വെള്ളപ്പൊക്കം വരുമ്പോൾ ഒഴുകിപ്പോകുന്നത് കാറുകൾ, ബസ്സുകൾ, ഭവനങ്ങൾ, മനുഷ്യർ, മൃഗങ്ങൾ, ഇങ്ങനെ സകലതും വലിയ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്നത് നാം കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ അന്ത്യകാലത്ത് നാം ജീവിക്കുമ്പോൾ നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഒഴുകിപ്പോകരുത് എന്നാണ് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലൻ വഴി വെളിപ്പെടുത്തുന്നത്. ഒരു വലിയ സമൂഹം നാശത്തിലേക്ക്, എന്തുകൊണ്ടെന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ പാപത്തിൻ്റെ അനന്തരഫലമായി ഒരു വലിയ സമൂഹം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കിൽപ്പെട്ട് നാം നശിച്ചു പോകാതിരിക്കുവാൻ ആവശ്യമായ മുന്നറിയിപ്പാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. നാം ആ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നശിക്കാതിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? ഈ വചനത്തിൽ വ്യക്തമായി പറയുന്നു, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. കേട്ടത് എന്താണ്? കേട്ടത് സുവിശേഷം. എന്താണ് നാം കേൾക്കുന്നത്? ദൈവവചനം. അതെ, ദൈവിക സന്ദേശം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ. ഇതാണ് നാം ഓരോ ദിവസവും കേൾക്കുന്നത്, കേൾക്കേണ്ടത്, കേൾപ്പിക്കേണ്ടത്. അങ്ങനെ നാം കേൾക്കുന്ന ഈ സുവിശേഷം, കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള രക്ഷയുടെ സന്ദേശം, അത് നാം അധികം ശ്രദ്ധയോടെ, അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന പദം ശ്രദ്ധിക്കുക. ശ്രദ്ധയോടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. നാം ഓരോ ദിവസവും കേൾക്കുന്ന തിരുവചനം നമ്മുടെ ജീവൻ ആധാരമാണ്. അതുകൊണ്ടാണ് യേശു മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ കൂടി പുറപ്പെടുന്ന ഓരോ തിരുവചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവന് ആധാരമായ ഈ തിരുവചനം നാം അനുദിനം കേൾക്കുകയും കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ നമ്മുടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാൻ അനിവാര്യമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നാം ചെയ്താൽ നാം ഒഴുകിപ്പോകയില്ല. ലോകത്തിൻ്റെ ഒഴുക്കിന് ഒത്തവണ്ണം ഒഴുകിപ്പോകയില്ല. ഇനി മറ്റൊരു ചിന്ത കൂടെ പ്രസ്താവ്യമാണ്. എന്താണ് ഈ ഒഴുകിപ്പോകലിൻ്റെ അർത്ഥം? നമുക്കറിയാം, ചത്ത മത്സ്യമാണ് ഒഴുകിപ്പോകുന്നത്. എന്നാൽ ജീവനുള്ള മത്സ്യം എപ്പോഴും ഒഴുക്കിനെതിരെ നിൽക്കുവാനും നീന്തുവാനും മുന്നോട്ട് പോകുവാനും ഇടയാകും.
നാം ആത്മീയമായി മരിച്ചവരോ അതോ ജീവനുള്ളവരോ എന്ന ഒരു ചിന്ത കൂടെ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. നാം ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഒഴുക്കിനൊത്തവണ്ണം ഒഴുകുന്നുവെങ്കിൽ നാം ആത്മീയമായി മരിച്ചവരാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള ഒരു രൂപാന്തരം വചനം കേൾക്കുന്ന എല്ലാവർക്കും അനിവാര്യമാണ്. അതിനായി നാം ഓരോ ദിവസവും കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടാൽ നമ്മുടെ രക്ഷയ്ക്ക് അത് കാരണമായി തീരും. ആമേൻ, ആമേൻ. അപകട ദിവസങ്ങൾ അനവധി വരുമ്പോൾ അനർത്ഥങ്ങളിൽ നിന്നും കാത്തിടണേ. അപകട ദിവസങ്ങൾ അനവധി വരുമ്പോൾ അനർത്ഥങ്ങളിൽ നിന്നും കാത്തിടണേ. യാഹേ നീ കൃപ തരൂ, കൃപ തരൂ ദേവാ. നാഥാ നിൻ നാമം പാടിപ്പുകഴ്ത്തിടാം. അപകട ദിവസങ്ങൾ അനവധി വരുമ്പോൾ അനർത്ഥങ്ങളിൽ നിന്നും കാത്തിടണേ. അപകട ദിവസങ്ങൾ അനവധി വരുമ്പോൾ അനർത്ഥങ്ങളിൽ നിന്നും കാത്തിടണേ. യാഹേ നീ കൃപ തരൂ, കൃപ തരൂ ദേവാ. നാഥാ നിൻ നാമം പാടിപ്പുകഴ്ത്തിടാം. യാഹേ നീ പണിയണമെന്നുടെ ഭവനം, എൻ അധ്വാനം വൃഥാവാകാനിടയാകരുതേ. യാഹേ നീ പണിയണമെന്നുടെ ഭവനം, എൻ അധ്വാനം വൃഥാവാകാനിടയാകരുതേ. എൻ പ്രാണൻ സന്തതം സ്തുതി ചെയ്യും പരനെ, നിന്നാമ കീർത്തനം പാടിടട്ടെ. എൻ പ്രാണൻ സന്തതം സ്തുതി ചെയ്യും പരനെ, നിന്നാമ കീർത്തനം പാടിടട്ടെ. അപകട ദിവസങ്ങൾ അനവധി വരുമ്പോൾ അനർത്ഥങ്ങളിൽ നിന്നും കാത്തിടണേ. അപകട ദിവസങ്ങൾ അനവധി വരുമ്പോൾ അനർത്ഥങ്ങളിൽ നിന്നും കാത്തിടണേ. യാഹേ